നമ്മുടെ പ്രശ്നം റവറൻ ഡോക്ടർ പേര് എന്തു ആയിക്കോട്ടെ, പക്ഷേ ഈ റവറൻ ഡോക്ടറാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെ ആരാണ് റവറൻ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇവനെ ആരാണ് ഡോക്ടറാക്കിയത്? ഏത് അണ്ടനും ആടവോടനും വെളിവില്ലാത്തവനും ബോധമില്ലാത്തവനും ഒക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഈ പ്രകാശം ഇന്ന് നമുക്ക് ഭൂമി പ്രകാശം കിട്ടുന്ന ഇവിടുന്ന്, ഇന്ന് ഭൂമി പ്രകാശം കിട്ടുന്ന ഇവിടുന്ന് സൂര്യനാണ്. രാത്രി പ്രകാശം കിട്ടുന്ന ഇവിടുന്ന് ചന്ദ്രൻ. റവറൻ ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഇല്ലാത്തപ്പോൾ പ്രകാശം ഉണ്ടാവുമോ? ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്ന മുറിയിൽ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം കിട്ടുന്നത് എവിടെ നിന്നാണാവോ? ബൈബിൾ പറയുന്നത് എങ്ങനെയാണോ വാസ്തവത്തില്? ബൈബിൾ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമാണ് പ്രകാശം ഉണ്ടാകുക. അപ്പോൾ പ്രകാശമാണ് ആദ്യത്തെ സൃഷ്ടി. സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുന്നത് എന്താണ്? 4-ാം ദിവസമാണ്. പറ്റിയ ടീമാ കൂടെ ഇരിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഇല്ലാത്തപ്പോൾ പ്രകാശം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ ഇല്ല. പിന്നെ ആദ്യത്തെ ദിവസമാണോ പ്രകാശം ഉണ്ടാകുന്ന ചോദിച്ചപ്പോ അതെ. ഒരു തീപ്പെട്ടി ഉരച്ച് കത്തിച്ചാ പ്രകാശം ഉണ്ടാകുന്നില്ലേ അച്ചോ? 4-ാം ദിവസത്തിലാണ് സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചോദ്യം ഉണ്ടാകും, അപ്പോൾ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പ്രകാശം ഉണ്ടാകുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതല്ല. ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, പിന്നെ എങ്ങനെയാണ് ഈ 4 ദിവസം നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത്? ഇപ്പോ ഇന്ന ദിവസത്തിൽ ഇത്ര മണിക്ക് ആണ് പ്രകാശം ഉണ്ടായതെന്ന് പറയാൻ മടിയൊന്നുമില്ലെന്നറിയാം. ഇതൊരു ശാസ്ത്രീയമായ ചോദ്യമല്ല, ദൈവശാസ്ത്രപരമായ ചോദ്യമാണ്. ദൈവശാസ്ത്രമോ ദൈവത്തിനും ശാസ്ത്രമോ? അപ്പൊ പ്രകാശത്തിന്റെ ഉറവിടം സൂര്യനുമല്ല ചന്ദ്രനുമല്ല. സൂര്യന് പ്രകാശിക്കാനായിട്ട് ശക്തി കൊടുക്കുന്ന ആരാണ്? ഈ സൂര്യനെ പ്രകാശഗോളമാക്കി മാറ്റുന്നത് എന്താണ്? രത്നപ്രവൃത്തികളൊക്കെയാണെന്ന് പറയും. അപ്പൊ പ്രകാശം എന്നത് വാസ്തവത്തിൽ സൂര്യന്റെ ഒരു പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ദൈവം നൽകുന്നതാണ്. അതായത് വാസ്തവത്തിൽ സൂര്യന് പ്രകാശം കൊടുക്കുന്നത് ദൈവമാണ്. അതുപോലെ തന്നെ വാസ്തവത്തിൽ ദൈവത്തിന് പ്രകാശം കൊടുക്കുന്നത് ദൈവത്തിന്റെ ആസനമാണ്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും ദൈവങ്ങളല്ല. അവർക്ക് തന്നിൽ തന്നെ അസ്തിത്വമില്ല, തന്നിൽ തന്നെ പ്രകാശിക്കാൻ സാധിക്കില്ല. അത് പറയാൻ പറ്റിയ കാരണമുണ്ട്. ഇന്ന് പോലും നമ്മുടെ നാട്ടിൽ ആകാശഗോളങ്ങളെ ആരാധിക്കുന്ന ഒരു സൂര്യാരാധനയുണ്ട്, ചന്ദ്രാരാധനയുണ്ട്. വാരഫലം നോക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചുരുങ്ങും. ഇപ്പൊ നക്ഷത്രങ്ങളുടെ ഏത് നക്ഷത്രത്തിന് കീഴിലാണ് ഞാൻ ജനിച്ചത് നോക്കിയിട്ട് എന്റെ നാളെ ഏതാണെന്ന് കണ്ടുപിടിച്ച് എന്റെ ജനന സമയത്ത് രാശികൾ അല്ലെങ്കിൽ ഈ ആകാശ രാശികൾ ഗോളങ്ങൾ ഏത് നിലപാടിൽ നിന്നും അതെന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നൊരു ജാതകം എഴുതുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം വാസ്തവത്തിൽ വെറും തെറ്റിദ്ധാരണകളാണ്. ബൈബിൾ തന്നെയാണ് കൊടുക്കുക. ബൈബിൾ വാസ്തവത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുക. ഇതുവരെ അന്ധവിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തികൾ ആകാശത്തിലേക്ക് നോക്കി കാണുന്ന സൂര്യനെ ദൈവമായി ആരാധിക്കുന്നു, രാത്രിയാകുമ്പോൾ ചന്ദ്രനെ ആരാധിക്കുന്നു, നക്ഷത്ര വ്യൂഹങ്ങളുടെ ഓരോ ഷേപ്പൊക്കെ കണ്ടിട്ട് അതിനോരോ പേരുകൾ കൊടുത്ത് നക്ഷത്ര വ്യൂഹങ്ങളെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നു. അപ്പൊ ഇതൊന്നും ദൈവമല്ല. അതാണ് പ്രശ്നം. നമ്മൾ പറയുന്ന മണ്ടത്തരമൊന്നും മണ്ടത്തരമല്ല, പക്ഷേ ബാക്കി ചിലർ പറയുന്ന മണ്ടത്തരമൊക്കെ മണ്ടത്തരമാണെന്ന്. കൊള്ളാളിയാ. ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലേ? ദൈവിക രഹസ്യം മനസ്സിലാക്കാൻ ബുദ്ധിയേ വേണ്ട. കണ്ടില്ലേ ഇരിക്കുന്ന ഫ്രണ്ടില്? ഈ ഡോക്ടറേറ്റ് ഒന്നും എടുക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അല്ലേ? വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലേ? ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ബുദ്ധി വേണം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കാനുള്ള തുറന്ന ഒരു മനോഭാവം. ദൈവിക രഹസ്യം മനസ്സിലാക്കാൻ ബുദ്ധി കുറച്ച് വേണം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വേണ്ടത് തുറന്ന ഞാൻ പറയുന്നില്ല എന്താ. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആകാശത്തിലുള്ള വസ്തുക്കൾ ഒന്നും ദൈവമല്ല, അവയൊന്നും താനെ ഉണ്ടായവയല്ല, അവയ്ക്കെല്ലാം ആധാരമായി ഒന്നുണ്ട്. വാസ്തവത്തിൽ ശാസ്ത്രത്തിലേക്ക് അടിസ്ഥാനം ഇവിടേക്ക് വരും. ശാസ്ത്രത്തിന് വഴിതെറ്റാതിരിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് വാസ്തവത്തിൽ. സോറി മിസ്റ്റർ കറിമറ്റോ മുറ്റോ എന്തോ പേര് ഞാൻ മറന്നുപോയി. എവിടെന്നാ വന്നേ? എവിടെ രാജ്യം? ബൈബിളേ, ശാസ്ത്രത്തെ വഴിതെറ്റിക്കാതിരിക്കാൻ. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്ക് ഡോക്ടർ പട്ടം തന്നവരെയും അതുപോലെ തന്നെ ഈ കുപ്പായി ഇടിച്ചു തന്നില്ലേ, ആ ടീമിനെയും പറഞ്ഞാൽ മതി. മാർക്കിട്ടവനെ സമ്മതിക്കണം. ഈയൊക്കെ തലയിൽ ഉദിക്കുന്ന ഒരുത്തൻ എൻ്റെ അണ്ടർലെങ്ങാനുമാണ് വന്ന എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവനോട് പറയും, മോനെ നിനക്ക് പറ്റിയ പണിയല്ലേ ഇത്, നീ വേറെ വല്ല പണിക്കും പോടാ എന്ന് പറഞ്ഞാൽ. ആകാശത്തിലേക്ക് നോക്കി കാണുന്ന സൂര്യനെ ദൈവമായി ആരാധിക്കുന്നു, രാത്രിയാകുമ്പോൾ ചന്ദ്രനെ ആരാധിക്കുന്നു, നക്ഷത്ര വ്യൂഹങ്ങളുടെ ഓരോ ഷേപ്പൊക്കെ കണ്ടിട്ട് അതിനോരോ പേരുകൾ കൊടുത്ത് നക്ഷത്ര വ്യൂഹങ്ങളെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നു. അപ്പൊ ഇതൊന്നും ദൈവമല്ല. ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തമാശ ഉണ്ട്. കാരണം സൂര്യനെ ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ സൂര്യനെ ആരാധിക്കുന്നുണ്ട് ചന്ദ്രൻ, അതുപോലെ തന്നെ കല്ല്, എന്തെങ്കിലും പ്രതിമകൾ, പല രൂപത്തിലുള്ള സാധനങ്ങളെ ആരാധിച്ചിരുന്നു. മനുഷ്യൻ പേടിച്ച സാധനങ്ങളെയാണ് പലതും ആരാധിച്ചത്, അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ സാധനങ്ങളെയൊക്കെ ആരാധിച്ചിട്ടുണ്ട്, എന്താണെന്നറിയാത്ത സാധനത്തിനൊക്കെ ആരാധിച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ യേശുവിൻ്റെ പ്രതിമയെ നോക്കിയിട്ട് ബൈബിൾ വായിച്ചിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിപ്പോൾ യേശുവിൻ്റെ പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കുന്നവർക്കും സുഖം കിട്ടുന്നുണ്ട്, ശ്രീകൃഷ്ണൻ്റെ പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കുന്നവർക്കും സുഖം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിമ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് അതിൽ കൂടുതൽ സുഖം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അറിയത്തില്ല. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പ്രതിമയൊന്നും ഇല്ലാത്ത പരിപാടികളുണ്ട്. അത് ഏറ്റവും പുതിയ ഐറ്റമാണ്. അപ്പോൾ അത് ഓക്കെ, അവർക്കെല്ലാം ആ ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പണ്ടും സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ഒരു കല്ലിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സുഖം മാത്രമാണത്. അതിപ്പോഴും കിട്ടുന്നുണ്ട്. അതിപ്പോൾ ഏത് കല്ലെടുത്ത് വെച്ചാലും ആ മനുഷ്യൻ്റെ ഒരു സുഖമേ കിട്ടത്തുള്ളൂ. അല്ലാതിപ്പോൾ എനിക്കിപ്പോൾ നാളെ ബെൻസ് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ബെൻസ് ഒന്നും കിട്ടത്തില്ല, അതിന് വല്ല പണിയൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ താനീ പറയുന്ന പോലെ ബാക്കിയുള്ളതെല്ലാം മണ്ടത്തരവും ഞാൻ പറയുന്നതെല്ലാം അങ്ങ് ശരിയാക്കാനുള്ള ശ്രമമുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചാൽ മതി.
ഇങ്ങനെ ഓരോ മണ്ടത്തരം പറയുമ്പോഴും ഈ തള്ള അതിനേക്കാൾ വലിയ മണ്ടത്തരം കാണിക്കും. ആ പുത്തളം തുറന്നു നോക്കും. ഈ പുത്തളത്തിനകത്തുനിന്ന് എന്തോ നോക്കിയാ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തുത്തരം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? സൂര്യനിൽ നിന്നും വരുന്നത് വെളിച്ചമാണ്. വെളിച്ചം മാത്രമല്ലേ നമുക്ക് അറിയത്തുള്ളൂ. വിസിബിൾ ലൈറ്റ്. ഇതിനകത്ത് വിസിബിൾ ലൈറ്റ് അല്ലാതെ അൾട്രാ വയലറ്റ് രശ്മികളുണ്ടെന്നും ഇൻഫ്രാറെഡ് റേസ് ഉണ്ടെന്നും എക്സ്റേസ് ഉണ്ടെന്നും ഒക്കെ പിന്നീടാണല്ലോ അറിഞ്ഞത്. മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബൈബിളിനകത്ത് തള്ളിയാൻ കയറ്റാൻ. അതൊന്നും അറിയില്ലായിരുന്നു അന്ന്. സൂര്യനിൽ നിന്ന് ശബ്ദവും വരുന്നുണ്ടെന്നാണ് നമുക്ക് പിന്നീട് ശാസ്ത്രം തെളിയിച്ചത്. പോരാത്തതിന് ഇതിനേക്കാളൊക്കെ തമാശയുണ്ട്. വെളിച്ചം മാത്രമേ ഉള്ളൂ വച്ചാൽ പുറത്തോട്ട് ഇറങ്ങി എന്നാൽ സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഒരു ചൂട് ഫീൽ ചെയ്തിട്ടില്ലേ? ചൂട് ആരുണ്ടാക്കി? ചൂടുണ്ടാക്കിയത് വെളിച്ചം ഉണ്ടാക്കുന്നതിന് മുമ്പാണോ അതോ വെളിച്ചം ഉണ്ടാക്കി കഴിഞ്ഞ് സൂര്യൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണോ ഈ ചൂടുണ്ടാക്കിയത്? ആർക്കറിയാം.